നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എക്സ്പോഷർ ട്രയാങ്കിൾ ആണ്. അവിടെ ISO കൂട്ടി അങ്ങ് എടുത്താൽ മതി. നമ്മൾ ക്യാമറയിൽ എടുക്കുന്ന ഒരു ഫോട്ടോ അത് ചിലപ്പോൾ നല്ല ബ്രൈറ്റ് ആയിരിക്കും, ചിലപ്പോൾ അത് നല്ല ഡാർക്ക് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിൻ്റെ പ്രധാന കാരണം മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എക്സ്പോഷർ ട്രയാങ്കിൾ ആണ്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാമറയുടെ 3 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന എക്സ്പോഷർ ട്രയാങ്കിളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതായത് ISO, അതുപോലെ തന്നെ ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ. അപ്പം നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഈ 3 ഘടകങ്ങൾ ബാലൻസ് ചെയ്തിട്ടാണ് ഒരു ഫോട്ടോയുടെ എക്സ്പോഷർ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അപ്പർച്ചർ എന്താണെന്ന് നോക്കാം. ക്യാമറ ലെൻസിൽ കൂടി നമ്മുടെ സെൻസറിലേക്ക് എത്ര അളവിൽ വെളിച്ചം എത്തണമെന്ന് നിയന്ത്രിക്കുന്ന ഒരു ഓപ്പണിങ്ങിനെയാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. എളുപ്പത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറും ഏകദേശം നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ് ഈ അപ്പർച്ചർ എന്ന് പറയുന്നത്. അതായത് F നമ്പർ കുറഞ്ഞ ലെൻസുകളിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന നമ്മുടെ സെൻസറിലേക്ക് ലെൻസ് വഴി കടന്നു വരുന്ന പ്രകാശം എന്ന് പറയുന്നത് നല്ല ഹൈ ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഇമേജിനും ഈ പറയുന്ന നല്ല ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും കാണും. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ എന്ന് പറയുന്നത് നല്ല ഒരു ബൊക്കെ എഫക്റ്റിൽ നമുക്ക് കിട്ടാനും സാധിക്കും. വലിയ അപ്പർച്ചറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ഇമേജിൻ്റെ ഷാർപ്നെസ്സും കാര്യങ്ങളും കൂടുതലായിട്ട് ലഭിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ബ്രൈറ്റ്നസ് നമുക്ക് കുറവായിട്ടും വരുന്നു. രണ്ടാമതായി നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷട്ടർ സ്പീഡിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ക്യാമറ എത്ര സമയം ലൈറ്റിനെ ക്യാപ്ചർ ചെയ്യണം എന്ന് ഷട്ടർ സ്പീഡാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയുടെ ഷട്ടർ എത്ര ടൈം തുറന്നിരിക്കണമെന്ന് നിർണ്ണയിക്കുന്ന ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് മൂവിങ് സബ്ജക്റ്റിൻ്റെയൊക്കെ ഫോട്ടോസ് എടുക്കാനായിട്ടാണെങ്കിൽ നമ്മൾ ഷട്ടർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫാസ്റ്റ് ഷട്ടർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൂവിങ് സബ്ജക്റ്റിൻ്റെയൊക്കെ ഫോട്ടോസ് എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഹൈ ഷട്ടർ സ്പീഡാണ്. അതുപോലെ തന്നെ നമ്മൾ ലോ ഷട്ടർ സ്പീഡിലാണ് ഫോട്ടോസ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വെളിച്ചവും അതുപോലെ തന്നെ മോഷൻ ബ്ലറും ലഭിക്കും. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ISOയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഫോട്ടോയ്ക്ക് ബ്രൈറ്റ്നസ് ഇല്ലാത്തൊരു സമയത്ത് അവിടെ ISO കൂട്ടി അങ്ങ് എടുത്താൽ മതി, നമുക്ക് നല്ല ഫോട്ടോസ് കിട്ടും എന്നൊക്കെ. അപ്പം നമ്മൾ ക്യാമറയിൽ ഒരു ഫോട്ടോയോ വീഡിയോയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ചിത്രത്തിൻ്റെ ആ ഒരു ക്വാളിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഒരു തെളിച്ചവും കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതിൽ ഒരു പ്രധാന ഘടകം തന്നെയാണ് ISO എന്ന് പറയുന്നത്. അതായത് ISO എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറയുടെ സെൻസർ പ്രകാശമായിട്ട്, അതായത് ലൈറ്റുമായിട്ട് എന്തുമാത്രം സെൻസിറ്റീവായിട്ട് പ്രതികരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു ഘടകമാണ് ഈ പറയുന്ന ISO എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മളൊരു സൂര്യപ്രകാശമൊക്കെ ഉള്ള നല്ല ഒരു ലൈറ്റ് ഉള്ള സമയങ്ങളിൽ ISO കുറഞ്ഞ, അതായത് ഒരു 100 ISO അല്ലെങ്കിൽ ഒരു 200 ISOയിലൊക്കെ ചിത്രങ്ങളോ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഫോട്ടോസ് വീഡിയോസൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്കൊരു ഡാർക്കായിട്ടുള്ള ഏരിയയിലോ അതുപോലെ തന്നെ ഈ പറയുന്ന നൈറ്റ് ടൈമിലൊക്കെ നമുക്ക് ISOൻ്റെ വാല്യൂ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും നമുക്കൊരു ഷൂട്ട് ചെയ്യാനായിട്ട്, ഒരു ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വെളിച്ചം നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ISOയുടെ വാല്യൂ കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ പിക്ചറിലും നമുക്കതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിലും ഒക്കെ വരുന്ന നോയ്സിൻ്റെ അളവെന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ISO വാല്യൂ എപ്പോഴും ഒരു മിനിമം വെച്ചിട്ട് എടുക്കാനാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. കൂടുതലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ ഒരു വീഡിയോയുടെയും ഫോട്ടോയുടെയും ഒക്കെ ക്വാളിറ്റിയിൽ ബാധിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളത് എപ്പോഴും ഒരു കുറവ് രീതിയിലിട്ട് യൂസ് ചെയ്യാനാണ് നോക്കുന്നത്. പിന്നെ നമ്മളുടെ ഈ പറയുന്ന ബാലൻസിങ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈ പറയുന്ന എക്സ്പോഷർ ട്രയാങ്കിളിൻ്റെ ഒരു ബാലൻസിങ്, അത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പം നമ്മളൊരു മൂവിങ് സബ്ജക്റ്റിൻ്റെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ ഹൈ ആക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരും. അങ്ങനെയുള്ള സമയങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ISOയിലായിരിക്കും കുറച്ചൊന്നത് ബാലൻസ് ചെയ്ത് പിടിക്കുന്നത്. എന്നാൽ നമുക്കത് മനസ്സിലാവും, നമ്മൾ കുറച്ചൊക്കെ അത് ഈ പറയുന്ന ക്യാമറകൾ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു രീതിയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു ബേസിക്കായിട്ട് തുടങ്ങുന്ന ആൾക്കാർ എപ്പോഴും നമ്മുടെ ഫോട്ടോസ് വീഡിയോസൊക്കെ ഒന്ന് ക്വാളിറ്റിയിൽ ചെയ്യാനായിട്ട് എപ്പോഴും ISO കുറച്ചിട്ടെടുക്കാൻ തന്നെ ശ്രമിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ കുറച്ചുകൂടെ ഒക്കെ പ്രൊഫഷണൽ ആവുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ഈ പറയുന്ന കഴിവുകളൊക്കെ കൂടുന്ന സമയത്ത്, അതായത് ഒരു മൂവിങ് സബ്ജക്റ്റിൻ്റെ ഫോട്ടോ എടുക്കാനേ അല്ലെങ്കിൽ ഈ പറയുന്ന ലോ ഷട്ടറിലുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ഈ പറയുന്ന ഈ വാല്യൂസൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്തും അങ്ങനെ ബാലൻസ് ചെയ്തൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ നമ്മൾ ആവുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യുക, ഈ ലോ ഷട്ടർ ഹൈ ഷട്ടർ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള
വീഡിയോസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ എക്സ്പോഷർ ട്രയാങ്കിളിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ ക്യാമറയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രകാശത്തിൻ്റെ അളവിനെയൊക്കെ നിയന്ത്രിക്കുന്ന 3 ഘടകങ്ങൾ, അതാണ് നമ്മളിന്ന് സംസാരിച്ചത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. ഫോട്ടോഗ്രാഫിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഹൈ എൻഡിലേക്ക് നമ്മൾ സംസാരിച്ച് പോകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.